ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാറ്റേൺസ് ആണ്. പാറ്റേൺസ് പ്രിൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. അത് നമ്മൾ സി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് പാറ്റേൺസ് പ്രിൻറ്റ് ചെയ്യാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു ലോജിക്ക് ബിൽഡാകാൻ പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ലോജിക്ക് ബിൽഡാവും. ചിലവർക്ക് എത്ര വർക്കൗട്ട് ചെയ്താലും അതിൻ്റെ ലോജിക്ക് ബിൽഡാവാനൊരു പ്രശ്നം ഉണ്ടാവും. കാരണം കുറേ ടെക്നിക്കൽ വേർഡ്സുകളുണ്ട്. ഐ ഐട്രേഷൻ പോകുന്നത് എങ്ങനെയാണ്, ജെ ഐട്രേഷൻ പോകുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഫോർ ലൂപ്പ്, ആ ഒരു ഫോർ ലൂപ്പിൻ്റെ കൺസെപ്റ്റ് മൊത്തം കിട്ടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലോജിക്ക് പെട്ടെന്ന് ബിൽഡാവില്ല. അപ്പോൾ ഇതൊന്നും ഒരു ചെറിയൊരു ട്രിക്കാണ്. അതായത് പെട്ടെന്ന് നിങ്ങൾക്കൊരു ഈ 4 പാറ്റേൺസ് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഒരു ലോജിക്ക് പെട്ടെന്ന് ബിൽഡാക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഞാനിപ്പോൾ എന്ന് പറയുന്നത്. കറക്റ്റ് നിങ്ങൾ ക്ഷമയോടെ ഫോക്കസ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 4 പാറ്റേൺ മാത്രം മതി. നിങ്ങൾക്ക് ബാക്കി എല്ലാ പാറ്റേൺസിൻ്റെയും ലോജിക്ക് ഇതും തന്നെ ബിൽഡ് ചെയ്തെടുക്കാം. ഇതെങ്ങനെ പ്രിൻ്റ് ആവുന്നു എന്നുള്ള ലോജിക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സിമ്പിളാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഈ ഒരു പാറ്റേൺ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ എൻ്റെ ലിമിറ്റ് റോ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതൊരു കോഡിങ് സ്റ്റാൻഡേർഡാണ്. നമ്മളിപ്പോൾ ആ ഒരു കോഡിങ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോകാൻ നോക്കാം. ഓക്കെ, ഓക്കെ ദാറ്റ്സ് ഇതാണ് ഒരു നമ്മളെ ഫസ്റ്റ് പാറ്റേൺ പ്രിൻ്റ് ചെയ്യാനുള്ളൊരു കോഡ് വരുന്നത്. ഇത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെച്ച് പഠിച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. പേപ്പർ വർക്കൗട്ടാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഒരു പേപ്പർ വർക്കൗട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. അതിനൊരു ഷൈയോ കാര്യങ്ങളോ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ലോജിക്ക് ബിൽഡ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ വേ അതാണ്. സോ ഈ ഒരു പാറ്റേൺ ആണല്ലോ ഫസ്റ്റ് പാറ്റേൺ, അതിൻ്റെ കോഡാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഐട്രേഷൻ ഞാനിപ്പോൾ പറയുന്നില്ല. നിങ്ങളിതൊരു ഞാൻ പറയുകയാണെങ്കിൽ മെമ്മറൈസ് ചെയ്തു. കീപ്പ് വർക്കൗട്ട് ഇത് ഒരു പ്രാവശ്യം ചെയ്യാം, എന്നിട്ട് ഈ കോഡ് മൊത്തം കളയാം, എന്നിട്ട് ഈ പാറ്റേൺ ഒന്നുകൂടി ചെയ്യാം, പിന്നെ ആ കോഡ് കളയാം, ഒന്നുകൂടി ചെയ്യാം. ഒരു ദിവസം നിങ്ങൾ ഈ ഒരു 4 പാറ്റേൺ മാത്രം ചെയ്താൽ മതി. പക്ഷേ ഈ ദിവസത്തിൻ്റെ എൻഡിൽ നിങ്ങൾ ഉറക്കത്തുനിന്ന് ചോദിച്ചാലും ഈ ഒരു 4 പാറ്റേൺ പ്രിൻറ്റ് ചെയ്യാൻ പറ്റണം. അതിൻ്റെ കോഡ് മനപ്പാടം പഠിച്ചാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് മെമ്മറൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളായിട്ട് തന്നെ ട്രൈ ചെയ്യും. ഓരോ ഐട്രേഷനും എങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഐ കൊടുക്കണം. ഇപ്പോൾ ജെ ലെസ് ദാൻ ഈക്വൽ ടു ഐ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഐ കൊടുക്കുന്നതുകൊണ്ട് എന്താണ്, എങ്ങനെയാണ് ഇവിടെ ഔട്ട്പുട്ട് വരുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഐട്രേഷൻ ഓരോ പ്രാവശ്യം നടക്കുമ്പോൾ ഫസ്റ്റ് ഐട്രേഷനിൽ ജെ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ ആണ്. ഇപ്പോൾ 1 ആണ്, ഇവിടെ 1 സ്റ്റാർ ഉണ്ടാവും. രണ്ടാമത്തെ ഐട്രേഷനിൽ വരുമ്പോൾ ഐ പ്ലസ് പ്ലസ് ചെയ്ത് ഇവിടെ ഐ 2 ആവും. ആ ടൈമിൽ ജെ വർക്കാവുന്ന ടൈമിൽ ജെ ഗ്രേറ്റർ ദാൻ ഐ എന്ന് പറയുന്ന സമയത്ത് ജെ ഗ്രേറ്റർ ദാൻ 2 ആണെന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 വരെ നമുക്ക് ഈ സ്റ്റാർ പ്രിൻ്റ് ആവും, 2 സ്റ്റാർ പ്രിൻ്റ് ആവും. അപ്പോൾ ഐയുടെ വാല്യൂ ഗ്രാജുവേറ്റ് ചെയ്യുന്നവരെ പോലെ ഈ സ്റ്റാറുകൾ പ്രിൻ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഈ ഒരു ലൂപ്പ്, ഈ ഒരു സംഭവത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ പേപ്പറിൽ എഴുതി വെക്കുക. ഫസ്റ്റ് പാറ്റേൺ അതിൻ്റെ കോഡ് ചെയ്ത് അത് പേപ്പറിലൊന്ന് ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക. ഇനി അതേപോലെ സെക്കൻഡ് പാറ്റേൺ ഈ ഒരു പാറ്റേണാണ് വരുന്നത്. ഇത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. ഒരു പ്രാവശ്യം കോഡ് എഴുതുക, ഇതിനെ മൊത്തമായിട്ട് കളയുക, രണ്ടാമതും അതുപോലെ കോഡ് എഴുതുക, എന്നിട്ട് അത് മൊത്തം കളയുക. അങ്ങനെ വേണം വർക്കൗട്ട് ചെയ്യാൻ. അപ്പോഴേ നിങ്ങൾക്ക് മെമ്മറൈസ് ആവുള്ളൂ. കാരണം 4 പാറ്റേണും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ മോഡിഫൈ ചെയ്യാൻ നിൽക്കരുത് ഒരിക്കലും. സോ രണ്ടാമത്തെ പാറ്റേൺ പറയുകയാണെങ്കിൽ
ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മൾ ആ ഒരു കോഡിൻ്റെ പാറ്റേൺസ് തന്നെ ജെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന നമ്മൾ പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റാണ്, അതിലാണ് ആ കോഡിൻ്റെ പാറ്റേൺസ് തന്നെ മാറിപ്പോകുന്നത്. ഞാനിവിടെ കൊടുക്കുന്നത് റോ മൈനസ് ഐ എന്നാണ്. അതായത് നേരത്തെ നമ്മൾ കൊടുത്തത് 1 2 3 4 5 6 അങ്ങനെയാണ് നമ്മൾ പാറ്റേൺ സ്റ്റാർ പ്രിൻ്റായി വരേണ്ടത്. ഇനി നമുക്ക് വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ റോല് 5 സ്റ്റാർ പ്രിൻ്റ് ആവണം, രണ്ടാമത്തെ റോല് 4 സ്റ്റാർ പ്രിൻ്റ് ആവണം, മൂന്നാമത്തെ റോല് 3 സ്റ്റാർ പ്രിൻ്റ് ആവണം, നാലാമത്തേൽ 2, അഞ്ചാമത്തേൽ 1. ആ ഒരു പാറ്റേൺ ആണ് വരേണ്ടത്. സോ റോ നമുക്കിവിടെ 5 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഐറ്ററേഷൻ നടക്കുമ്പോൾ റോ മൈനസ് ഐ 1 ആയിരിക്കും ഫസ്റ്റ് ഐറ്ററേഷനിൽ. അപ്പോൾ 5 - 4 ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ടത് 4 വരെ. സോ ആ പാറ്റേൺ അങ്ങനെ ഇറങ്ങി വരും. ആദ്യത്തെ റോല് 4, രണ്ടാമത്തെ റോല് 3, മൂന്നാമത്തെ റോല് 2, ഏറ്റവും അവസാനം 1. ഇത് നമുക്ക് വലുതാക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു +1 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ആദ്യം എപ്പോഴും നമ്മുടെ പാറ്റേൺസിൻ്റെ രൂപം വരുന്നുണ്ട് നോക്കി വെക്കുക, എന്നിട്ട് അതിൽ മോഡിഫിക്കേഷൻ ചെയ്താൽ മതി. ഇവിടെ ഞാനൊരു +1 കൂടി ഇട്ട് കൊടുത്ത് നിൽക്കുക. ഫസ്റ്റ് റോല് 5, അതായത് റോ മൈനസ് ഐ, റോ 5 ഉണ്ട്, 5 ഐയുടെ വാല്യൂ കുറച്ച് 4 +1 ഫസ്റ്റ് റോല് 5 എണ്ണം വന്ന്. സെക്കൻഡിലും അതേപോലെ തന്നെ റോ 5 സെക്കൻഡ് ഐറ്ററേഷൻ നടക്കുമ്പോൾ ഐയുടെ വാല്യൂ 2 ആവും. സോ 5 - 2 3 +1 4, അതായത് രണ്ടാമത്തെ റോല് 4 സ്റ്റാർ. സോ ആ ഒരു പാറ്റേൺ. ഓക്കെ, ഇതും ഇതുപോലെ നിങ്ങൾ എഴുതി വെക്കുക. സെക്കൻഡ് പാറ്റേൺ എന്നിട്ട് ഇതിൻ്റെ രൂപം ഒരു പെൻസിലായിട്ടോ പെന്നായിട്ടോ വരക്കുക, എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ കോഡ് എഴുതി വെക്കുക. സെക്കൻഡ് പാറ്റേൺ അതിൻ്റെ കോഡ് എങ്ങനെ വരുന്നത് അത് ജസ്റ്റ് എഴുതി വെക്കുക, പ്രാക്ടീസ് ചെയ്യാം. സോ ഇപ്പോൾ ഈസി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് 2 എണ്ണം കഴിഞ്ഞു, ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞു. ഇനിയുള്ളത് 3rd 4th ആണ്. അത് ഈ പാറ്റേൺസിൻ്റെ കോഡ് വെച്ചിട്ട് തന്നെ നമുക്ക് അതും ചെയ്യാം. സോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് 3rd പാറ്റേൺ ആണ്. ഓക്കെ, ജസ്റ്റ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് I using 1, I less than equal to row I plus plus. ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു റെക്റ്റാങ്കിൾ, അതല്ല സോറി ഒരു സ്ക്വയർ 5 5 ഉള്ള ഒരു സ്ക്വയർ പ്രിൻ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. സോ പ്രിൻ്റ് ഓക്കെ, ഈ ഒരു സ്ക്വയർ പ്രിൻ്റ് ആക്കി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സെഗ്മെൻ്റാണ് നമുക്ക് വേണ്ടത്. ബാക്കിയുള്ള സെഗ്മെൻറ്റിൽ സ്പേസ് പ്രിൻ്റ് ആവണം. അതായത് ഹാഫ് കട്ട് ചെയ്ത് ഈ റൈറ്റ് സൈഡിൽ നമുക്ക് സ്റ്റാർ പ്രിൻ്റ് ആവണം, ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർ പ്രിൻ്റ് ആവണം. സോ ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടാകാൻ നമ്മൾ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഷേപ്പ് ഇതിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ പോരെ. ഈ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഷേപ്പ് ഈ ഒരു ഷേപ്പിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ആ ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിലുള്ള കോഡിൽ സ്പേസ് പ്രിൻ്റ് ആക്കിയാൽ മതി. അപ്പോൾ ഞാനതൊരു ഇഫ് കേസ് വെച്ചിട്ട് കൊടുക്കണം. ഇഫ് നമ്മളവിടെ നേരത്തെ കൊടുത്ത j <= i ആവുന്ന ടൈമിൽ എന്ത് ചെയ്യാം, സ്റ്റാർ പ്രിൻ്റ് ആക്കാം. സോറി, അവിടെ നമുക്ക് സ്പേസ് പ്രിൻ്റ് ആക്കാം. ഇനി എൽസ് കേസിൽ സോറി ഇതിലെന്തോ ഒരു മിസ്റ്റേക്ക് കാണുന്നുണ്ടല്ലോ, ചെയ്തു പോകാം. എൽസ് കേസിൽ സ്റ്റാർ ഉണ്ടാകണം. ഓക്കെ, കറക്റ്റാണ്. ഓക്കെ, ഈ j <= i എന്ന് വരുന്ന സമയത്ത്, അതായിരുന്നു നമ്മൾ നേരത്തെ ഫസ്റ്റ് പാറ്റേണിൽ കൊടുത്തതിൻ്റെ വാല്യൂ.
അതായത് ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നത് j<= i എന്നായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവിടെ സ്പേസ് പ്രിൻ്റ് ആക്കാൻ കൊടുത്തു, അല്ലാത്ത സമയത്ത് സ്റ്റാർ പ്രിൻ്റ് ആക്കണം. സോ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. യെസ്, ഇവിടുത്തെ ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ആദ്യം ഈ ഒരു രൂപം വരുന്നുണ്ട് നോക്കി നോക്കുക. എന്നിട്ട് ഇതിലൊരു പ്ലസ്സോ മൈനസോ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടും. ഇവിടെ ഒരു -1 കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ആവശ്യമുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പാറ്റേണിൻ്റെ രൂപം കിട്ടുന്നുണ്ട് നോക്കുക, എന്നിട്ട് ടൈം മോഡിഫൈ ചെയ്താൽ മതി. അതായിരിക്കും ഏറ്റവും എളുപ്പം. ടെക്നിക്കൽ ബേസിൽ ഡീപ്പായിട്ട് പോകണ്ട. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവം അങ്ങനെ ഒരു മനപ്പാടം വെച്ച്, അതായത് ജസ്റ്റ് ഒരു പേപ്പർ വർക്ക് ഒട്ടിച്ച് പേപ്പറിൽ എഴുതി വെക്കുക, ഈ ഒരു പാറ്റേൺ വരക്കുക, ഈ ഒരു കോഡ് എഴുതി വെക്കുക, ഇതിങ്ങനെ എഴുതി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഫോർത്ത് പാറ്റേൺ ആണ്. ഫോർത്ത് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, സെക്കൻഡ് പാറ്റേൺ ഉള്ള ടൈം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ക്വയർ ആദ്യം പ്രിൻ്റ് ചെയ്ത് അതിന് ഈ ഒരു സെക്കൻഡ് പാറ്റേൺ വരുന്ന സമയത്ത് സ്പേസ് പ്രിൻ്റ് ആവണം, ബാക്കിയുള്ള സ്ഥലത്ത് സ്റ്റാർ പ്രിൻ്റ് ആക്കിയാൽ മതി. സോ അത് നമുക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് ഡീപ്പായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫുള്ളായിട്ട് കളഞ്ഞിട്ട് അതെല്ലാം ചെയ്യും. നിങ്ങളും അതേപോലെ തന്നെ ചെയ്യണം, മോഡിഫൈ ചെയ്യരുത്. മോഡിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ലോജിക്ക് ബിൽഡാവില്ല. ഓരോ പ്രാവശ്യം കോഡ് മൊത്തമായിട്ട് കളയുക, ഫസ്റ്റ് മുതൽ എഴുതി വെക്കുക. സോ ഓരോ ഐട്രേഷൻ എഴുതുമ്പോഴും നിങ്ങൾക്ക് മനസ്സിൽ കയറും. ആ ഒരു ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കീപ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ലോജിക്ക് ബിൽഡാവുക. അല്ലാതെ ഒരാൾക്കും മറ്റേ ഒരു പ്രാവശ്യം കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു യൂസ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ഈ ഒരു ലോജിക്ക് ബിൽഡാവില്ല. ഈ ഒരു ലോജിക്ക് ബിൽഡായാലും നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമറാണ് എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ കാണിച്ച പോലെ ആദ്യം ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കി. ഓക്കെ, നമുക്ക് റെക്റ്റാങ്കിൾ ഉണ്ടാക്കി. എന്നിട്ട് നമുക്ക് ഇതിന് സെക്കൻഡ് പാറ്റേൺ വരാൻ ρ-i എന്നാണ് നമ്മൾ കൊടുത്തത്. ആ ഒരു സമയത്ത് നമുക്ക് സ്പേസ് പ്രിൻ്റ് ആയാൽ മതി, ബാക്കിയുള്ള സമയത്ത് സ്റ്റാർ. സോ ഇവിടെ നമ്മളൊരു ഇഫ് കേസ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അടുത്ത് കൊടുത്ത് j<= ρ-i. നമ്മളിവിടെ പ്രിന്റ് j<= ρ-i എന്ന് വരുന്ന സമയത്ത് നമുക്ക് സ്പേസ് പ്രിൻ്റ് ആവണം. പിന്നെ എൽസ് കേസിൽ എന്ത് കൊടുക്കണം, സ്റ്റാർ പ്രിൻ്റ് ആവണം കൊടുക്കാം. സോ യെസ്, നമുക്ക് ഫോർത്ത് പാറ്റേൺ നമ്മൾ പ്രിൻ്റ് ആക്കി. അപ്പോൾ ഈ ഒരു 4 കോഡും നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക. ഫസ്റ്റ് പാറ്റേണിൻ്റെ ഒരു ചിത്രം വരയ്ക്കുക, ആ കോഡ് എഴുതി വെക്കുക. സെക്കൻഡ് പാറ്റേണിൻ്റെ ഒരു ചിത്രം വരയ്ക്കുക, അതിൻ്റെ കോഡ് എഴുതി വെക്കുക. തേർഡ് പാറ്റേണും അതേപോലെ തന്നെ. സോ എന്നിട്ട് ഒരു ഡേ ഫുള്ളായിട്ട് എങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ഉറക്കത്തിൽ ചോദിച്ചാലും, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ എനിക്ക് ഫസ്റ്റ് പാറ്റേണോ അല്ലെങ്കിൽ തേർഡ് പാറ്റേണോ വേണമെന്ന് പറഞ്ഞാൽ ഒന്നും ആലോചിക്കാതെ കോഡ് എഴുതാൻ വയ്ക്കണം. അത് നിങ്ങളൊരു മെമ്മറൈസ് ചെയ്താലും മതി. പക്ഷേ മെമ്മറൈസ് ചെയ്യുമ്പോൾ എങ്ങനെ മെമ്മറൈസ് ചെയ്യണം, കാണാപ്പാടം വായിച്ച് പഠിക്കലുണ്ട്. ഓരോ പ്രാവശ്യം എഴുതി പഠിക്കും, കോഡ് എഴുതി പഠിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 4 തവണയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ മസിൽ മെമ്മറിയിൽ ആ സംഭവം കയറും. പക്ഷേ 5ാമത്തെ തവണ നിങ്ങൾ ആ മസിൽ മെമ്മറി യൂസ് ചെയ്തിട്ടായിരിക്കും, അതായത് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് ഈ നോട്ടാണ്, വേറെ എവിടെയും റെഫർ ചെയ്യരുത്. ഈ നോട്ട് റെഫർ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഈ 5ാമത്തെ തവണ നിങ്ങൾ ഓരോ ഐട്രേഷൻ നോക്കാൻ തുടങ്ങും. ഈ ഐട്രേഷൻ എന്തുകൊണ്ടാണ് ഇവിടെ വരുന്നത്, ഇഫ് കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ സ്പേസ് ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് സ്റ്റാർ ഉണ്ടാവുന്നത്. ഈ 5ാമത്തെ അല്ലെങ്കിൽ 6ാമത്തെ പ്രാവശ്യം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതായിപ്പോവും, ഷുവറാണ്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഡേ ഫുൾ ഇത് തന്നെ, ഈ ഒരു 4 പാറ്റേൺ ഇത് മാത്രം ഫോക്കസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത അപ്ഡേറ്റ്സ് ആയിട്ട് വരാം. സ്റ്റേ ട്യൂൺ.